കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ അക്രമ സംഭവത്തിൽ സ്ഥലത്തില്ലാത്തവർ പ്രതി ചേർത്തതിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് KSU നേതാക്കൾ. CPM SFI നേതാക്കൾ കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് പ്രതിപട്ടിക തയ്യാറാക്കുകയാണ് പോലീസ് ചെയ്യുന്നതെന്ന് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരിയും ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ പാളാടും ആരോപിച്ചു. ഒരാൾ പെട്രോൾ പമ്പിൽ, മറ്റൊരാൾ വിവാഹ വീട്ടിൽ. പക്ഷേ രണ്ടുപേരും കണ്ണൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ യൂണിവേഴ്സിറ്റി അക്രമസംഭവവുമായി ബന്ധപ്പെട്ട വധശ്രമ കേസിൽ പ്രതികൾ. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ പാളാടിനെയും MSF മയ്യിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സഫ്വാൻ കടൂരിനെയുമാണ് പ്രതിപട്ടികയിൽ ചേർത്തത്. ഇതിനെതിരെ കടുത്ത വിമർശനമാണ് UDSF നേതാക്കൾ ഉയർത്തുന്നത്. അക്രമം നടന്ന ദിവസം ചെറുവത്തല മൊട്ടയിൽ ഉച്ചക്ക് പെട്രോൾ പമ്പിൽ നിൽക്കുന്ന സഫ്വാന്റെ ദൃശ്യങ്ങളും അന്ന് തന്നെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഹരികൃഷ്ണൻ പാളാടിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടാണ് KSU നേതാക്കൾ വിമർശനം ഉന്നയിക്കുന്നത്. ഇവർ സ്ഥലത്ത് ഉണ്ടായി എന്ന് തെളിയിക്കാൻ പോലീസിന് പറ്റുമോ എന്ന് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ചോദിച്ചു. ഹരികൃഷ്ണൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷനിൽ കൃത്യം 4 മണിക്കാണ് യൂണിവേഴ്സിറ്റിൻ്റെ അകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കണ്ണൂർ ടൗൺ CI ശ്രീജിത്ത് കോടേരി അടക്കമുള്ള ആൾക്കാർ ഈ കേസെടുത്ത് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെയാണ് അതിലെ 3-ാം പ്രതി MSFൻ്റെ മയ്യിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സഫ്വാനെ അതിൽ പ്രതി ചേർത്തിട്ടുണ്ട്. സഫ്വാൻ അന്നേ ദിവസം 1:30 മണിക്ക് കൃത്യം 1:30 മണിക്ക് മയ്യിലുള്ള കുറ്റ്യാട്ടൂരിലെ ഒരു പെട്രോൾ പമ്പിൽ വെച്ച് എണ്ണ അടിക്കുന്ന ദൃശ്യം ഞങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെ 1ഉം 3ഉം പ്രതി നിലവിൽ അവിടെ ഇല്ലാത്ത പ്രതികളുടെ പേരിലാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. സംഘർഷ സമയത്ത് സ്ഥലത്തില്ലാതിരുന്ന തന്നെ CPM ഓഫീസിൽ നിന്ന് നൽകിയ ലിസ്റ്റ് അനുസരിച്ചാണ് 1-ാം പ്രതിയാക്കിയതെന്ന് KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ പാളാടും പറഞ്ഞു. CPMൻ്റെ പാർട്ടി സെക്രട്ടറി ഒപ്പിട്ട് നൽകുന്ന കാര്യമാണ് കണ്ണൂർ ടൗൺ സ്റ്റേഷനകത്ത് നടപ്പിലാകുന്നതെങ്കിൽ ഇത് അവസാനത്തെ ഇത്തരത്തിലുള്ള ഒരു പീഡിപ്പിക്കുന്ന നടപടിയായിട്ട് മാറും. ഇത് ജനങ്ങൾ കാണുന്നുണ്ട്. അതിലുള്ള എല്ലാ പ്രതിഷേധവും വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കേസ് എന്തൊക്കെ സംഭവിച്ചാലും നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നേരിടും. KSU MSF നേതാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പോലീസ് SFIക്കാർക്കെതിരെ നിസ്സാര വകുപ്പ് പ്രകാരമാണ് കേസെടുത്തതെന്നും ഇരുവരും ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.